മുതലായ സത്യശാസ്ത്രങ്ങൾ പഠിക്കുക, ഓം മുതലായ മന്ത്രങ്ങൾ ജപിക്കുക, ഭക്തിപൂർവം ആത്മചിന്തനം നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സ്വാധ്യായം. സ്വാധ്യായം മോക്ഷത്തിലേക്കുള്ള മാർഗമാണ്. സർവവ്യാപിയും സർവജ്ഞനുമായ ഈശ്വരനെ അറിയണം എന്ന ചിന്തയോടെ സ്വാധ്യായം നടത്താൻ ഏവർക്കും കഴിയട്ടെ. കണ്ണൂർ ജില്ലയിലെ അതിപ്രാചീന ഭദ്രകാളി ക്ഷേത്രമാണ് മാടായിക്കാവ്. ശാക്തേയ സമ്പ്രദായത്തിലെ പൂജകൾ നടത്തുന്ന ക്ഷേത്രമാണിത്. രാത്രി ദേവന്മാർ ഇവിടെ എത്തി പൂജകൾ നടത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ അത്താഴ പൂജ ഇവിടെ നടത്താറില്ല. നിവേദ്യം അകത്ത് വെച്ച് 8:30 നടയടയ്ക്കുകയാണ് പതിവ്. രസകരമായ ഐതിഹ്യങ്ങളും ശക്തമായ വിശ്വാസങ്ങളും കൊണ്ട് സമ്പന്നമാണ് മാടായിക്കാവ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ആധ്യാത്മിക സാഫല്യത്തിൻ്റെയും അനന്യമായ ആരാധനയുടെയും പവിത്രത നെഞ്ചിലേറ്റുന്ന ഭൂമിയാണ് എരുമേലി. ആധ്യാത്മിക സാഫല്യത്തിൻ്റെയും അനന്യമായ ആരാധനയുടെയും പവിത്രത നെഞ്ചിലേറ്റുന്ന ഭൂമിയാണ് എരുമേലി. വൃശ്ചികത്തിൻ്റെ കുളിരുണരുന്ന പ്രഭാതത്തോടൊപ്പം എരുമേലിയും അവിടുത്തെ ജീവിതവും മറ്റൊരു നിയോഗത്തിലേക്ക് ഉണരുകയായി. കലിയുഗവരദനായ സർവാഭീഷ്ടദായകനായ സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ പാദസേവകരായി ഭക്തജനലക്ഷങ്ങൾ 18-ാം പടി ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ ആ തീർത്ഥയാത്രയ്ക്ക് സർവവിധ അനുഗ്രഹങ്ങളുമേകി ഭക്തന്റെ മനസ്സിൽ ശക്തിയും ചൈതന്യവും പകർന്ന് ചരിത്രത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും മറ്റൊരു കാവൽ കോട്ടയായി വിരാജിക്കുകയാണ് എരുമേലി. ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ ദർശിക്കുവാൻ പോകുന്ന അയ്യപ്പ ഭക്തർ പണ്ടുകാലങ്ങളിൽ സർവ്വസാധാരണമായി തിരഞ്ഞെടുക്കുന്ന വഴിയായിരുന്നു എരുമേലി. 18 മലകൾക്കും അധിപനായി വിരാജിക്കുന്ന അയ്യപ്പന്റെ വീരേതിഹാസങ്ങൾ നിറഞ്ഞുകിടക്കുന്ന മണ്ണാണ് എരുമേലിയും എരുമേലിയിൽ നിന്നുള്ള യാത്രാ വഴികളും. ശബരിമല തീർത്ഥാടനത്തിന് തയ്യാറെടുത്ത് എരുമേലിയിലെത്തുന്ന ഭക്തനെ ഏറ്റവുമധികം ആകർഷിക്കുന്നതാണ് ഇവിടുത്തെ വൈവിധ്യപൂർണമായ ആരാധനാരീതി. എരുമേലിയിൽ കുടികൊള്ളുന്ന പ്രമുഖമായ ശാസ്താക്ഷേത്രമാണ് എരുമേലി ധർമ്മശാസ്താ ക്ഷേത്രം. ഭക്തമനസ്സുകളിൽ ഈ ക്ഷേത്രം വലിയമ്പലം എന്നറിയപ്പെടുന്നു. ശബരിമല തീർത്ഥാടന വേളയിലെ മുഖ്യ ഇടത്താവളമെന്ന ഖ്യാതി മാത്രമല്ല എരുമേലിക്കുള്ളത്. അയ്യപ്പസ്വാമിയുടെ വീരസാഹസിക കർമ്മങ്ങൾക്ക് സാക്ഷിയാകാനുള്ള ഭാഗ്യം സിദ്ധിച്ച പുണ്യഭൂമി കൂടിയാണ് ഇവിടം. അയ്യപ്പൻ മഹിഷി നിഗ്രഹാർത്ഥമാണ് ഇന്നത്തെ എരുമേലിയിലെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് എരുമേലി എന്ന സ്ഥലനാമം രൂപം കൊണ്ടത്. മഹിഷി എന്നാൽ മലയാളത്തിൽ എരുമയും, മഹിഷിയെ അതായത് എരുമയെ കൊന്ന സ്ഥലം എരുമേലിയുമായി. എരുമ കൊല്ലി കാലാന്തരത്തിൽ എരുമേലിയായി മാറിയെന്നും പഴമക്കാർ പറയുന്നു. എന്നാൽ എരുമേലി എന്ന സ്ഥലനാമവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അഭിപ്രായമുണ്ട്. ഏറുമാലി എന്ന പേര് കാലാന്തരത്തിൽ എറുമാലിയും എരുമേലിയുമായി മാറി എന്നുള്ളതാണ്. പഴമയും കഥകളും എന്തായിരുന്നാലും എരുമേലി ഓരോ അയ്യപ്പ ഭക്തന്റെ മനസ്സിലും അനവധ്യമായ അനുഭൂതികളെ നെഞ്ചേറ്റുന്ന പുണ്യഭൂമിയാണ്. എരുമേലി വലിയമ്പലം എന്ന ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പ്രധാന മൂർത്തിയായി ശാസ്താവ് പരിലസിക്കുന്നു. കയ്യിൽ അമ്പു പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കിഴക്കോട്ടാണ് ദർശനം.
റാന്നി കർത്താവിന്റെ കീഴിലെ ഉദ്യോഗസ്ഥനായിരുന്ന ആലമ്പള്ളി മില്ലുക്കാർ പണിതീർത്ത ക്ഷേത്രമാണെന്നാണ് പുരാവൃത്തം. റാന്നി കർത്താവിന്റെ കീഴിലെ ഉദ്യോഗസ്ഥ പേരാണ് മില്ലുക്കാർ എന്നുള്ളത്. ഒരിക്കൽ മില്ലക്കാരൻ ഭാര്യസമേതം തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയപ്പോൾ അപമാനിക്കപ്പെടുകയുണ്ടായത്രേ. ഇതിനുശേഷം സ്വന്തമായൊരു ക്ഷേത്രം നിർമ്മിക്കാൻ മില്ലക്കാരൻ തീരുമാനിച്ചു. തുടർന്ന് ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം പമ്പയാറ്റിൽ മുങ്ങിയപ്പോൾ ഒരു വിഗ്രഹം ലഭിച്ചു. പിന്നീട് ആലമ്പള്ളി പുരയിടത്തിൽ പയർ വിതച്ച് പൂവും കായുമായപ്പോൾ പശുവിനെ അഴിച്ചുവിട്ട് പയർ തിന്ന പശു വിശ്രമിച്ച സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം പണിതു എന്നാണ് ഐതിഹ്യം. മൂന്ന് പൂജയാണ് എരുമേലി വലിയമ്പലത്തിൽ. താഴമൺ കുടുംബത്തിനാണ് തന്ത്രാധികാരം. ഇവിടെ ഉപദേവതയായി ഭഗവതിയും നാഗരുമുണ്ട്. കുംഭത്തിലെ ഉത്രം ആറാട്ടായി 10 ദിവസത്തെ ഉത്സവം നടക്കുന്നു. എരുമേലി പേട്ടതുള്ളൽ അവസാനിക്കുന്നത് ഈ വലിയമ്പലത്തിലാണ്. എരുമേലിയുടെ ആധ്യാത്മിക ചൈതന്യത്തെ പരിപോഷിപ്പിച്ച് വിളങ്ങുന്ന മറ്റൊരു ക്ഷേത്രമാണ് പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം. കൊച്ചമ്പലം എന്നാണ് ഇതറിയപ്പെടുന്നത്. എരുമേലി വലിയമ്പലത്തിന്റെ 1.5 കിലോമീറ്റർ അകലെയാണ് കൊച്ചമ്പലം. മഹിഷിയെ നിഗ്രഹിച്ച അയ്യപ്പൻ അവതാര പുരുഷനാണെന്ന് മനസ്സിലാക്കിയ വെള്ളാള സമുദായക്കാരായ പുത്തൻവീട്ടിലെ അമ്മൂമ്മയുടെ ആഗ്രഹപ്രകാരം മകൻ പെരുശ്ശേരി പിള്ളയാണ് ഈ ക്ഷേത്രം പണിതീർത്തത്. എരുമേലിയിലെ പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രവും ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പുത്തൻവീടും തമ്മിൽ ഐതിഹ്യ ചേർച്ചയിൽ വിളങ്ങി നിൽക്കുന്നു. ഇത് എരുമേലി പെരുശ്ശേരി പുത്തൻവീട്. മഹിഷി നിഗ്രഹം എന്ന അവതാര ദൗത്യത്തിന് പുറപ്പെട്ട സാക്ഷാൽ ശ്രീ അയ്യപ്പന് അഭയമേകിയ മുത്തശ്ശി ഗൃഹം. പുണ്യപുരാതനമായ ഈ ഗൃഹത്തിൽ അയ്യപ്പൻ ഒരു രാത്രി താമസിച്ചു എന്നാണ് ഐതിഹ്യം. മഹിഷി നിഗ്രഹം നടത്തിയ ഉടവാൾ മുത്തശ്ശി വീടിന്റെ ഉമ്മറത്ത് സമ്മാനിച്ചാണ് അയ്യപ്പൻ അവിടെ നിന്നും യാത്രയായത്. ഈ ഉടവാൾ ഇന്നും പുത്തൻ വീടിന്റെ നിലവറയിൽ പീഠത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. സ്വാമി ശരണമപ്പ ചരണം ശരണമപ്പ ചിന്തൂരടി താളമേളമയപതിന്ദഗതോ. പെരുശ്ശേരി പിള്ളമാർ എന്നറിയപ്പെടുന്ന ഈ കുടുംബത്തിന്റെ അനന്തരാവകാശികൾ തലമുറകളായി ഈ ഉടവാളിന് മുന്നിൽ ദീപം തെളിയിക്കുന്നു. തറനിരപ്പിൽ നിന്നും ഉയർന്ന് തടികൊണ്ട് തീർത്ത ഭിത്തികളാൽ 4 മുറികളുള്ളതാണ് പുത്തൻ വീട്. 1994 നടത്തിയ ദേവപ്രശ്നത്തിൽ പെരുശ്ശേരി പുത്തൻ വീട്ടിൽ അയ്യപ്പ സാന്നിധ്യമുള്ളതായി തെളിഞ്ഞിരുന്നു. തുടർന്ന് പുത്തൻ വീട് മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം മകൻ ക്ഷേത്രം നിർമ്മിക്കുകയും ഇന്നത്തെ പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രമായി മാറുകയും ചെയ്തു. ക്ഷേത്രകാര്യങ്ങൾ പുത്തൻ വീട്ടുകാരാണ് നടത്തിയിരുന്നതെങ്കിലും മേൽപ്പാഴൂർ മനയ്ക്കായിരുന്നു ക്ഷേത്രത്തിന്റെയും സ്ഥലത്തിന്റെയും ജന്മാവകാശം. ശബരിമലയിൽ നായാട്ടുവിളി നടത്താനുള്ള അവകാശം ഈ പുത്തൻ വീട്ടുകാർക്കാണ്. 1935 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചമ്പലത്തിന്റെ ഭരണം ഏറ്റെടുത്തു. ദേവസ്വം ബോർഡ് കൊച്ചമ്പലം ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രത്തിന്റെ വെടിവഴിപാട് നടത്താനുള്ള അവകാശം പുത്തൻ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തിരുന്നു. കാലക്രമേണ ഈ അവകാശവും ബോർഡ് പിൻവലിച്ചു. മണ്ഡലമാസം ഉണരുമ്പോൾ എരുമേലി കൊച്ചമ്പലം മുതൽ വലിയമ്പലം വരെ കാണുന്ന സർവ്വസാധാരണമായൊരു കാഴ്ചയാണ് പേട്ടതുള്ളൽ. ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും പ്രകടിത രൂപം കൂടിയാണ് പേട്ടതുള്ളൽ. പേട്ടതുള്ളലിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അയ്യപ്പൻ മഹിഷി നിഗ്രഹം നടത്തിയതിനു ശേഷം ജനങ്ങൾ നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് പേട്ടതുള്ളൽ എന്നാണ് ഒരു വിശ്വാസം. ഐതിഹ്യവും വിശ്വാസവും എന്തുതന്നെയായാലും
ഒരു സംസ്കൃതിയുടെ ഊർജ്ജരേണുക്കളുടെ ഊറ്റം കൊള്ളലാണ് പേട്ടതുള്ളൽ. ആദ്യകാലങ്ങളിൽ ധനു 27 മാത്രമായിരുന്നു പേട്ടതുള്ളൽ. പിന്നീട് ധനു 20 മുതൽ 30 വരെ രാപ്പകൽ ഭേദമന്യേ പേട്ടതുള്ളലായി. ഇപ്പോൾ മണ്ഡലം തുടങ്ങുന്നത് മുതൽ അയ്യപ്പ ഭക്തന്മാർ പേട്ടതുള്ളാറുണ്ട്. വിഘ്നങ്ങൾ തീർക്കണേ ഗണേശ്വര, പമ്പാ ഗണപതിയെ തുണയേകണേ. പേട്ടതുള്ളലിന്റെ ചടങ്ങ് ഇങ്ങനെയാണ്. ചെയ്തുപോയ തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിച്ച് നാണയം വെറ്റിലപ്പാക്കോടെ പുണ്യപാപ ചുമടായ ഇരുമുടിക്കെട്ടിൽ വെച്ച് നമസ്കരിക്കും. അതിനുശേഷം പെരിയ സ്വാമിക്ക് ദക്ഷിണ നൽകും. തുടർന്ന് ഏതാണ്ട് 8 അടി നീളമുള്ള കമ്പിളിപ്പുതപ്പിനുള്ളിൽ പച്ചക്കറികളും കിഴങ്ങുകളും കെട്ടിത്തൂക്കുന്നു. 2 കന്യയ്യപ്പന്മാർ കമ്പിന്റെ 2 അറ്റങ്ങൾ തോളിൽ വയ്ക്കും. ഈ കമ്പിൽ കെട്ടിത്തൂക്കുന്ന പച്ചക്കറികൾ നിഗ്രഹത്തിനു ശേഷം മഹിഷിയെ കൊണ്ടുപോയതിൻ്റെ സ്മരണയാണെന്നും അതല്ല ഈശ്വരപ്രീതിക്കായി വിഭവങ്ങൾ എത്തിക്കുന്നതാണെന്നും വിശ്വസിക്കുന്നു. പിന്നീട് പേട്ടതുള്ളൽ സംഘത്തിലെ ബാക്കിയുള്ളവർ ശരത്തോൽ, പച്ചിലക്കമ്പുകൾ എന്നിവ കയ്യിലെടുക്കും. സംഘാംഗങ്ങൾ മുഴുവനും കുങ്കുമം, ഭസ്മം, കരി എന്നിവ പൂശിയിട്ടുണ്ടാവും. ആദ്യം കോട്ടപ്പടിയിൽ നാളീകരം ഉരുട്ടി കൊച്ചമ്പലത്തിൽ നിന്നും പേട്ട സംഘം വാവരുപള്ളിയിലെത്തുന്നു. പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയായിരിക്കും പേട്ടതുള്ളൽ. അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്നു പാടി അയ്യപ്പന്മാർ ആനന്ദ നൃത്തം ചവിട്ടുന്നു. അയ്യപ്പൻ നിൻ്റകത്ത് സ്വാമി എൻ്റകത്ത് എന്നതാണ് പേട്ട മന്ത്രത്തിന്റെ പൊരുൾ. ഈ വിധം യാത്ര ചെയ്ത് സംഘങ്ങൾ വലിയമ്പലത്തിൽ എത്തുന്നു. അവിടെ എത്തിയാൽ പേട്ട സംഘങ്ങൾ പച്ചിലക്കമ്പുകൾ ക്ഷേത്രത്തിന് മുകളിലേക്കെറിയും. തുടർന്ന് ക്ഷേത്രം വലം വെച്ച് കർപ്പൂരം കത്തിച്ച് പേട്ടതുള്ളൽ അവസാനിക്കും. മകരവിളക്കിനോടനുബന്ധിച്ച് പേട്ടതുള്ളാനെത്തുന്ന 2 പ്രമുഖ സംഘങ്ങളാണ് അമ്പലപ്പുഴ സംഘവും ആലങ്ങാട്ട് സംഘവും. ഈ 2 സംഘങ്ങളും മറവപ്പടയെ തുരത്താൻ അയ്യപ്പനെ സഹായിച്ച സൈന്യങ്ങളായിരുന്നു എന്നാണ് പഴമ. പേട്ട തുള്ളിക്കഴിഞ്ഞതിനു ശേഷം ഭക്തസംഘങ്ങൾ എരുമേലിയിൽ നിന്നും പരമ്പരാഗത വഴിയിലൂടെ ശബരി സന്നിധാനത്തിൽ കലിയുഗ വരദനായ സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിന്റെ ശരണപങ്കജങ്ങളിൽ അഭയം തേടാനായി യാത്ര തുടരുന്നു. ഉടുക്കടിച്ചു പാട്ടുപാടി ഞങ്ങൾ വരുന്നു, മോക്ഷമാർഗം തേടിയല്ലോ ഞങ്ങൾ വരുന്നു. സ്വാമി പാദം കുമ്പിടുവാൻ തുണയേകണേ, ആദിപൂജ നൽകിടുന്നു വിഘ്നേശ്വര, ആദിപൂജ നൽകിടുന്നു വിഘ്നേശ്വര. പമ്പാ ഗണപതിയെ തുണയേകണേ, അയ്യപ്പ സ്വാമിയെ കാണാൻ തുണയേകണേ. പമ്പാ ഗണപതിയെ തുണയേകണേ, അയ്യപ്പ സ്വാമിയെ കാണാൻ തുണയേകണേ. വലം വെച്ചു നാളികേരം ശനിയടിച്ചിറങ്ങുന്നു, വിഘ്നങ്ങൾ തീർക്കണേ ഗണേശ്വര, വിഘ്നങ്ങൾ തീർക്കണേ ഗണേശ്വര. പമ്പാ ഗണപതിയെ തുണയേകണേ, അയ്യപ്പ സ്വാമിയെ കാണാൻ തുണയേ